അല്ല ഇങ്ങനെയാണോ ഡാൻസ് കളിക്കാൻ പോണ്? ഏതാ ചന്ദ്രൻ ഏതാ സൂര്യൻ? ഇത് ചന്ദ്രൻ. ഈ സൈഡിലെ ചന്ദ്രൻ വെക്കുക, ഈ സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ ചന്ദ്രൻ വെക്കുക, റൈറ്റ് സൈഡിലെ സൂര്യൻ വെക്കുക. ചന്ദ്രനും സൂര്യൻ നെറ്റ് ചുട്ടി നോക്കട്ടെ. ഇങ്ങോട്ട് വരുമോ? കാണാനില്ല. അത് പോവാന്നില്ല. നീ പോയ കിളീനെ വിളിച്ചു വരുത്താൻ. ഇത് തുണി നോക്കണേ നോക്കട്ടെ. വാ. ഓക്കെ. നടുവിലെന്താ? ലക്ഷ്മി ദേവിയുടെ മാറ്റി നോക്കട്ടെ. ഓക്കെ. ഇനി മാലയല്ലേ? അപ്പോൾ എന്തായാലും കാണണം. നമ്മുടെ വീഡിയോയിലുണ്ട്, നമ്മുടെ ചാനലിലിട്ടുണ്ട്. എന്ത് അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. അപ്പോൾ കുട്ടികളെല്ലാം അവർ മേക്കപ്പ് ചെയ്തിട്ട് അവരുടെ ടീച്ചർ ഓൾറെഡി അവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ വരികയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ അമ്പലത്തിലേക്ക് എത്തി. ഇപ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അവരെല്ലാം അവിടെ അനുവിൻ്റെ ഗ്രൂപ്പാണ് നിൽക്കുന്നത്. അതിൽ പച്ച ഡ്രസ്സ് അനുവിൻ്റെ. അച്ചുമോളിനി എവിടെ വന്നോന്നറിയില്ല, അവിടെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത് ചോദിച്ചപ്പം. അപ്പോൾ അങ്ങനെ നമ്മൾ അനുമോളെ കണ്ടപ്പോൾ അനുമോളുടെ നമുക്ക് കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അച്ചുമോളെ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൾ നോക്കുകയാണ് എവിടെയാണ് അച്ചുമോൾ എന്നുള്ളത്. അപ്പോൾ അവർ ടീച്ചറുടെ അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അച്ചുമോളുടെ അടുത്തേക്കും കൂടി പോകണം. അവരുടെ കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ അതിന് മുന്നത്തുള്ളത് കുറച്ച് എടുക്കണമെന്ന് ഞാൻ മുൻകൂട്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം നല്ല തിരക്കുണ്ട്. ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് കയറുന്നുണ്ട്. നമ്മൾ അച്ചുമോളാണെങ്കിൽ നമ്മളെ മെയിൻ ടീം തന്നെ അല്ലേ. അച്ചുമോൾ വലിയ ഏതോ ഒരു നർത്തകീനെ പോലെ വലിയ ഇതിൽ കുടുങ്ങി നടക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഡാൻസൊക്കെ കഴിഞ്ഞ് നമ്മൾ അവരേനെ എടുത്ത് പോവുകയാണ്. അപ്പോൾ എന്തായാലും അവർക്ക് ഡാൻസ് കഴിഞ്ഞിട്ട് ഒരു ക്ഷീണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ക്ഷീണം അവർ ചോദിച്ചത് അവർക്ക് ലൈമോ അങ്ങനെ എന്തെങ്കിലും മതി എന്നാണ് അവർ പറഞ്ഞത്. സോഡയോ ലൈമോ എന്തെങ്കിലും മതി പറഞ്ഞു. അപ്പോൾ നമ്മളവിടെ തന്നെയുള്ള കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈം കുടിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാൾക്കും ദാഹിച്ചിട്ടും വന്നിട്ടും വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മാത്രമുള്ള ക്ഷീണമില്ല, എന്നാലും കുറച്ചുകൂടെ അവരൊന്ന് കാണിക്കുമല്ലോ. അപ്പോഴല്ലേ അവർക്ക് വേണ്ടതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞാനും അവരുടെ പിന്നാലെ വെച്ചടിച്ച് ആ കടയിലേക്ക് എത്തി. അപ്പോൾ ലൈം പറഞ്ഞു. അച്ചുമോളിൽ അതിൻ്റെ ഇടയിൽ വേറെ എന്തൊക്കെ ചൂണ്ടി കാണിച്ച്. അപ്പോൾ അപ്പുമോനും കുറച്ച് ഇതായി അവനും വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ നൈസായിട്ട് തോളത്ത് മിണ്ടാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ തറഞ്ഞപ്പോൾ ആളൊന്ന് ചാടി എന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനൊരു ജീരകസോഡ പറഞ്ഞു. അങ്ങനെ ഞാൻ ജീരകസോഡയും ഏട്ടൻ ലൈമും അച്ചുമോൾ വേറെ എന്തോ എല്ലാവരും കൂടി ലൈമൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഏട്ടൻ്റെ ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് ഞാനും കുട്ടികളും കൂടിയിട്ട് ഒരു ഓട്ടോ വലിച്ച് ഞങ്ങൾ കോട്ടേഴ്സിലേക്ക് പോകുന്നു. അപ്പോൾ അച്ചുമോൾക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം, അടുത്ത് തന്നെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ വേഷം കെട്ടി ഫ്രണ്ടിൽ കയറിയിരുന്നു. എന്നിട്ട് അതും പോരാതെ ആ കണ്ണാടിയിൽ നോക്കിയിട്ട് എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. സൂക്ഷിച്ച് നോക്കി കണ്ടോ, അവൾ എക്സ്പ്രഷൻ വെറുപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. നമ്മൾ കോട്ടേഴ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അനുമോളുടെ ഒരു റീൽ എടുത്തു. അങ്ങനെ അപ്പോൾ ഇനി ഡാൻസ് അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. ബൈ.